കേരളത്തിലെ സ്ത്രീ ജീവിതങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കുടുംബശ്രീക്ക് മുമ്പും ശേഷവും എന്ന് കാലം രേഖപ്പെടുത്തുമെന്ന് മന്ത്രി എം.ബി. രാജേഷ് കുടുംബശ്രീ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുടുംബശ്രീ ഞാൻ പറഞ്ഞല്ലോ, എയർപോർട്ടിലെത്തി, വാട്ടർ മെട്രോയിലെത്തി, സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റും കീഴടക്കാൻ കുടുംബശ്രീക്ക് ഒരു പ്രയാസമില്ല. നേരത്തെ MLA പറഞ്ഞു, ഈ വൻകിട ഉൽപാദകർ, കുത്തകകൾ, അവരുമായിട്ട് മത്സരിക്കാൻ കുടുംബശ്രീക്ക് പ്രാപ്തി ഉണ്ടാക്കാനാണ്. അവരുമായിട്ട് മത്സരിക്കാൻ കെൽപ്പും ശേഷിയുമുള്ള പ്രസ്ഥാനമാണ് കുടുംബശ്രീ. എന്താ കാരണം? അവർക്ക് വലിയ മൂലധന പിൻബലമുണ്ടാവും. പക്ഷെ അവർക്കില്ലാത്തൊന്ന് കുടുംബശ്രീക്കുണ്ട്. അത് 46 ലക്ഷം വരുന്ന കുടുംബശ്രീ അംഗങ്ങളുടെ മനുഷ്യവിഭവശേഷിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം ജില്ലയിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കമിട്ട പദ്ധതി ഇന്ന് സംസ്ഥാനമൊട്ടാകെ വ്യാപിച്ചിരിക്കുകയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം വെച്ച് സംസ്ഥാനം ഏറെക്കുറെ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ വരുമാന വർധന മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ലോകത്തിൽ തന്നെ മാതൃകയാവുന്ന തരത്തിലാണ് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആളുകൾ അർപ്പിച്ച വിശ്വാസവും 45 ലക്ഷത്തോളം വരുന്ന മനുഷ്യ വിഭവശേഷിയുമാണ് കുടുംബശ്രീയുടെ പിൻബലമെന്നും പുതിയ കുതിപ്പിനാണ് ഈ വർഷം കുടുംബശ്രീ തുടക്കം വരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലപ്പുറം റോസ്ലർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പി. ഉബൈദുള്ള MLA അധ്യക്ഷനായിരുന്നു. മലപ്പുറത്ത് നിന്ന് ആരംഭിച്ച പദ്ധതികൾ എന്നും വിജയം കൈവരിച്ചതായാണ് ചരിത്രമെന്നും വൻകിട ബ്രാൻഡുകളോട് മത്സരിക്കാവുന്ന തരത്തിൽ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിയുള്ള ജനകീയ പ്രസ്ഥാനത്തിന് ശക്തി പകരുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാരും കുടുംബശ്രീ മിഷനും നടപ്പിലാക്കുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യാതിഥിയായിരുന്നു. കൂടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ K. കാക്കൂത്ത്, വാർഡ് അംഗം KN ഷാനവാസ്, ഗവേണിംഗ് ബോഡി അംഗം PK സൈനബ, CDS ചെയർപേഴ്സൺ ഷബിന റാഫി, ജില്ലാ കറിപ്പോർട്ടർ കൺസോർഷ്യം പ്രസിഡന്റ് B. ബിന്ദു, തൃശൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ S. കവിത, കോട്ടയം ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രശാന്ത് ബാബു, പ്രോഗ്രാം ഓഫീസർ ശ്രീകാന്ത് എന്നിവരും സംസാരിച്ചു. മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ തങ്കത്തിളക്കം നൽകി 22ാം വാർഷികത്തിലേക്ക് കടക്കുന്ന സഹാറ ഗോൾഡൻ ഡയമണ്ട്. ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക് ബ്രൈഡൽ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ 18 കാരറ്റ് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം, വിശാലമായ പാർക്കിംഗ് സൗകര്യം. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.